മുൻപിലെ പച്ച സിഗ്നലിലും അനങ്ങാത്ത പിക്കപ്പ് ട്രക്കിന് നേരെ വൈകിപ്പോകുമെന്ന വെപ്രാളത്തിൽ ആ സ്ത്രീ ഹോണടിച്ചു. സിഗ്നൽ മാറാൻ തുടങ്ങിയപ്പോൾ അവൾ ട്രാക്ക് മാറി ട്രക്കിനെ മറികടന്ന് ഡ്രൈവർക്കൊരു കൈവിരൽ അടയാളം കാണിച്ച് കടന്നുപോയി. അടുത്ത ട്രാഫിക് ബ്ലോക്കിൽ ട്രക്ക് അവളുടെ അടുത്തെത്തി. ഡ്രൈവർ ശാന്തനായി താൻ വിവാഹമോചനത്തിന്റെ മാനസികാവസ്ഥയിലാണെന്നും നേരത്തെ തടസ്സം സൃഷ്ടിച്ചതിന് ക്ഷമിക്കണമെന്നും പറഞ്ഞു. പകരം അവളോടും മാപ്പ് ആവശ്യപ്പെട്ടപ്പോൾ ദേഷ്യത്തോടെ അവൾ വിസമ്മതിച്ചു. അതോടെ ക്രൂരനായി മാറിയ അയാൾ നീ ഇതിന് ജീവൻ നൽകേണ്ടിവരും എന്ന് ഭീഷണിപ്പെടുത്തി അവളെ പിന്തുടർന്നു. ഭയന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച അവളെ അയാൾ വണ്ടിയിടിപ്പിക്കാൻ നോക്കി ഭയപ്പെടുത്തി ചിരിച്ചു. കുഞ്ഞിനെ സ്കൂളിലാക്കി ആശ്വാസത്തോടെ അവൾ ഗ്യാസ് സ്റ്റേഷനിലെത്തിയപ്പോൾ അവിടെ ആ ട്രക്ക് കണ്ടു. സഹായത്തിന് വന്ന ജീവനക്കാരനെ അയാൾ വണ്ടി കയറ്റിക്കൊന്നു. ട്രാഫിക് തിരക്കിൽപ്പെട്ട അവളുടെ കാറിൽ അയാൾ നിരന്തരം വന്നിടിച്ചു. പോലീസിനെ വിളിക്കാൻ നോക്കിയപ്പോഴാണ് ഗ്യാസ് സ്റ്റേഷനിൽ വെച്ച് തന്റെ ഫോൺ അയാൾ മോഷ്ടിച്ച കാര്യം അവൾ അറിഞ്ഞത്. ഒരുവിധം വണ്ടി വെട്ടിച്ച് അവൾ രക്ഷപ്പെട്ടുവെന്ന് കരുതിയെങ്കിലും യഥാർത്ഥ ദുരന്തം തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അവളുടെ ഫോണിലെ കോണ്ടാക്റ്റുകൾ അയാൾ അപ്പോഴേക്കും പരിശോധിച്ചു കഴിഞ്ഞിരുന്നു.